ആദ്യം ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിനെ കുറിച്ച് പറയണോ അതോ എന്റെ കയ്യിലിരിക്കുന്ന ബോട്ടത്തിനെ കുറിച്ച് പറയണോ? ബോട്ടത്തിനെ കുറിച്ച് പറയാം അല്ലെ. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഫെമിലർ ആയിട്ടുള്ള നമ്മുടെ ലേസ് ബോട്ടം, ഫ്ലവർ ലേസ് വരുന്ന ബോട്ടം, കോട്ടന്റെ ബോട്ടം ആണ് വൈറ്റ് കളറിലേക്കും, പിന്നെ നമ്മുടെ താർലാഫറിന്റെ ബോട്ടം ബ്ലാക്കും വൈറ്റും. ഇത്രയും സംഭവങ്ങൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഫ്ലോറൻസിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇത് എപ്പോഴും തന്നെ കസ്റ്റമേഴ്സ് നമ്മൾ എപ്പോഴും സൈറ്റിൽ നമ്മൾ ആഡ് ചെയ്തിടുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് എല്ലാവരുടെയും കയ്യിൽ തന്നെ ഇപ്പോൾ ഉണ്ടാകും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത്. എന്നാലും ചിലരൊക്കെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചോദിക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിനകത്തേക്ക് ബാക്കിലേക്ക് എലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈസും 2 സൈഡ് പോക്കറ്റും ആയിട്ട് വരുന്നൊരു ബോട്ടമാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ പോർഷനിലേക്കായിട്ട് ഇവിടെ രണ്ടിടത്തേക്ക് കണക്ഷൻ ലേസും താഴേക്കായിട്ട് നെറ്റിലേക്ക് ഫ്ലവറിന്റെ ഒരു ഡിസൈൻ വന്നേക്കുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലേസും കൂടെ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ നമ്മുടെ സൈസ് ചാർട്ടിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പോലെയല്ല, ഒന്നോ അതനുസരിച്ച് ഇനി അതല്ലെങ്കിൽ 2 സൈസ് വലുതെടുക്കണം. ബിക്കോസ് ഈ ഒരു ഫാബ്രിക്കിനകത്ത് വന്നേക്കുന്ന ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാർജ് സൈസാണ് നമ്മുടെ ഫ്ലോറൻസയുടെ മെഷർമെന്റുള്ള എല്ലാ പ്രൊഡക്ട്സും തന്നെ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ ചിലപ്പോൾ എക്സൽ അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എക്സൽ മതി, മുന്നേക്ക് ഞാൻ XXL ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഹിപ്പ് സൈസും ഇതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ താർലാഫറിന്റെ ബോട്ടം. നെക്സ്റ്റ് നമുക്ക് കാണിക്കാനുള്ളത് നമ്മുടെ താർലാഫറിന്റെ ബോട്ടം കേട്ടോ. നമ്മുടെ ഫ്ലോറൻസയുടെ കസ്റ്റമേഴ്സിന്റെ എല്ലാവരുടെയും കയ്യിൽ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. ഇതും ഇതിന്റെ എല്ലാ കളേഴ്സും തന്നെ നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അപ്പൊ ഇപ്പൊ ഏറ്റവും ഡിമാൻഡ് വൈറ്റ് ആൻഡ് ബ്ലാക്കിനായതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇപ്പൊ റെഡി ടു ഡിസ്പാച്ചിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് ഈ 2 ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം ഇത് ചെയ്തപ്പോൾ ഫ്രണ്ടിലേക്ക് പടി ബാക്കിലേക്ക് എലാസ്റ്റിക്കും ആയിട്ടായിരുന്നു. അപ്പൊ കസ്റ്റമേഴ്സിന്റെ സജഷനും കൊണ്ട് തന്നെയാണ് നമ്മളിത് ഫുള്ളായിട്ട് തന്നെ എലാസ്റ്റിക് വേസ്റ്റോട് കൂടിയിട്ട് കൊണ്ടുവന്നേക്കുന്നത്. വിത്ത് പോക്കറ്റും ആയിട്ടാണ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ബോട്ടത്തിന്റെ ഏറ്റവും എൻ പോർഷനിൽ ഇവിടേക്കായിട്ട് ഒരു കട്ടിങ്ങും കൂടെ വരുന്നുണ്ട്. നല്ല വീതിയിലുള്ള പടിയാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ഇതിന്റെ വൈറ്റ് ആണ്, ഇനി ഇതിന്റെ ബ്ലാക്കും കൂടെ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് ബ്ലാക്ക് ആണ്. എല്ലാവർക്കും തന്നെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ബ്ലാക്കും. അതേപോലെ തന്നെ ഇത് നമ്മൾ റെഡി ടു ഡിസ്പാച്ചിലേക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഇതിന്റെ ലെങ്തും മെഷർമെന്റും എല്ലാം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസിനകത്ത് വെബ്സൈറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടാകും. ഓൾറെഡി വാങ്ങിയ കസ്റ്റമേഴ്സിന് അറിയാമായിരിക്കുമല്ലോ. നമുക്ക് ഇത് മെഷീൻ വാഷബിൾ ആണ്, അയൺ ഫ്രീ ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ്. അപ്പൊ ഈ 2 ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിനെ കുറിച്ച് പറയാം അല്ലെ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൺ ബ്രാൻഡ് ഫ്ലോറിസ്റ്റയിലേക്ക് വന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആട്ടോ. ഇതിന് യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ആണ് ഒരു ഇമ്പോർട്ടഡ് കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയൽ ആണ്. അതിനകത്തേക്ക് നല്ലൊരു പ്യുവർ ഒരു കോട്ടന്റെ തന്നെ കണ്ടന്റ് അതിനകത്തേക്ക് വരുന്നത്. സ്ട്രൈപ്പ് പാറ്റേണിലേക്ക് വീവിങ്ങിൽ തന്നെ വന്നേക്കുന്ന കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കോളറിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് കുറച്ചൊരു ഓപ്പൺ വൈഡ് അല്ലെങ്കിൽ ഒരു വലിയൊരു കോളർ നെക്ക് പാറ്റേണിലേക്ക് ഇത് ചെയ്തെടുത്തേക്കുന്നത്. സ്ലീവിന്റെ എൻ പോർഷനിലേക്കായിട്ട് ജസ്റ്റ് ഒരു പടി നമ്മൾ തിരിച്ച് ഇങ്ങനെയായിട്ട് കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ടോപ്പിന് 2 സൈഡിലേക്കായിട്ട് പോക്കറ്റും വരുന്നുണ്ട് 47 ഇഞ്ചസ് ലെങ്തിലേക്ക്. ഇതിന്റെ യോക്കിന്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്കാട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പ്ലെയിൻ ഏരിയൻ കട്ടിങ്ങിൽ ഡിഫറൻസ് വരുന്ന രീതിയിലേക്ക്. അപ്പൊ ഇതിപ്പോ നമ്മൾ സിംഗിൾ ഈ ഒറ്റ ഷെയ്ഡിലേക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ കൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്.